ആറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. KTH Jewelry, Silver, Gold and Diamond, KNS Building, near Grameen Bank, Agampadam. 10 വരെയാണ് റെഡ് അലർട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിലും മഴ ഇടവിട്ടുള്ള മഴ ഉണ്ടാകുന്ന മാത്രമല്ല 50 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് കൂടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് പ്രവചനമുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ മുൻകൂട്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എല്ലായിടത്തും നടത്തിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ 5 ദിവസം മഴ ഉണ്ടാകുമെന്നുള്ള വിവരം ലഭ്യമായതിനെ തുടർന്ന് ജില്ലാ കളക്ടേഴ്സിന്റെ മീറ്റിംഗ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ റവന്യൂ സെക്രട്ടറി നേരിട്ട് തന്നെ വിളിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ജില്ലകളിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് 11 മണിക്ക് ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ മീറ്റിംഗ് ഇന്നും വിളിച്ചിട്ടുണ്ട്. പൊതുവെ മഴ ശക്തമായതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ടതാണെങ്കിലും ഈ അപകടങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഗവൺമെന്റ് കാണുകയാണ്. കൂടുതൽ അപകടങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ചില രീതിയിലുള്ള മണ്ണിടിച്ചിൽ, ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സം വരെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് കോടൂര് നൂറാടി പാലത്തിനടുത്ത് തന്നെ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. ഗതാഗതം തടസ്സപ്പെട്ടിരുന്നത് നീക്കം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ഗതാഗത കുരുക്കാണ് വളരെ പല ഭാഗങ്ങളും ഉണ്ടായത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഗതാഗത കുരുക്ക് മാറ്റുന്നതിന് വേണ്ടി, തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടി റോഡിലേക്ക് വന്ന് മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി നിർദ്ദേശം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പൊതുവെ മഴ വളരെ ശക്തമായ രീതിയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രയാസങ്ങൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു, മഴ ഉണ്ട്, 5 ദിവസം തുടർച്ചയായ മഴ കേരളത്തിൽ ഉണ്ടാകും എന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് തന്നെ ജില്ലാ കളക്ടർമാരുടെ യോഗം, ഓൺലൈൻ മീറ്റിംഗ് ചേർന്നിരുന്നു. റവന്യൂ സെക്രട്ടറി ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിരുന്നു. എല്ലാവർക്കും ആ മഴയുടെ സാധ്യതയും മുന്നൊരുക്കങ്ങളും നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. സ്വാഭാവികമായ ഡിസാസ്റ്റർ മാനേജ്മെന്റ് യോഗങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്തിരുന്നു. അതിന്റെ ഭാഗമായി മഴയുടെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ രീതിയിലുമുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിരുന്നു. എങ്കിൽ പോലും ഈ 5 ദിവസത്തെ മഴ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും യോഗം ചേർന്ന് എല്ലാ ജില്ലാ കളക്ടേഴ്സിനും വിവരം നൽകിയിരുന്നു. ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം തഹസിൽദാർമാർക്ക് നൽകിയിരുന്നു. വില്ലേജ് ഓഫീസർമാർക്ക് അതുമായി ബന്ധപ്പെട്ട് ഏത് സമയത്തും ക്യാമ്പ് ആരംഭിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ, മഴ തുടങ്ങിയ മുതൽ തന്നെ ക്യാമ്പുകൾ പെട്ടെന്ന് നമുക്ക് പത്തനംതിട്ടയും കോട്ടയത്തും ഇടുക്കിയും ആലപ്പുഴയും ഉൾപ്പെടെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തിയതുകൊണ്ടാണ്. ഇന്നും നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ, എവിടെയാണോ ക്യാമ്പുകൾ ആവശ്യമുള്ളത്, എവിടെയാണ് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടത്, അവരെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇല്ല, ഇപ്പൊ നമുക്ക് റിപ്പോർട്ട് ചെയ്തത് ഇടുക്കിയിലെ 2 കേസുകളായിരുന്നു. ഇടുക്കിയിലെ 2 ഇടങ്ങളിലായിട്ടുള്ള 2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതില് ഒന്ന്, ആ 2 കേസും നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞു, അവര് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് സുമതി 65 വയസ്സ്, കൊടിയത്തൂർ വില്ലേജാണ്, അടൂർ മലയിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ട് അവര് മരണപ്പെട്ടത്. 65 വയസ്സ്. പിന്നീട് പീരുമേടാണ്, കൊലാലമേട്ടില് പീരുമേട് 77 വയസ്സ് പ്രഭാകരൻ, അതുപോലെ തന്നെ മണ്ണിടിഞ്ഞ് വീണ് മരണപ്പെട്ടത്. അതുപോലെ കോട്ടയം ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് സുമതിയുടെ സ്ഥലം കൊടിയത്തൂർ വില്ലേജില് അടൂർ മല, ഇടുക്കി ജില്ല. നമ്മളെ പ്രഭാകരൻ പീരുമേട്, കൊലാൽമേട് 77 വയസ്സ്. കോട്ടയത്ത് 2 പേരാണ് നമുക്ക് മിസ്സിംഗ് ആയിരുന്നത്. അത് ഒന്ന് ജോസഫൻ ജോണി, ഒന്ന് റെജീന ജോണി. അത് 2 പേര്, ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. റെജീന ജോണിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കോട്ടയത്ത് സ്ഥലം വ്യക്തമായിട്ട് പറയാം. ഈ 2 പേര്
റജീന ജോണിയുടെ ഇതാണ് ഇനി കിട്ടാനുള്ളത്. റജീന ജോണി. ജോണി ആ റെസിഡന്റ് ജോൺ. അതെ അല്ല മകന് അതെ മകന്റെ കിട്ടി അമ്മയുടെയാണ് കിട്ടാനുള്ളത്. റജീന ജോണി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഈ ജില്ലകളിലാണ് നമ്മൾ 150 മുതൽ 250 mm മഴ വരെ നമ്മൾ ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലമ്പൂർ അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടൂ. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും 500 രൂപ വില വരുന്ന ഫുഡ് കണ്ടെയ്നർ സമ്മാനം. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും 700 രൂപ വില വരുന്ന ഇന്നർ സ്റ്റീൽ കാസറോൾ സമ്മാനം. 4000 രൂപയുടെ ഓരോ പർച്ചേസിനും 1000 രൂപ വില വരുന്ന ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം. 5000 രൂപയുടെ ഓരോ പർച്ചേസിനും 1200 രൂപ വില വരുന്ന ട്രക്കിംഗ് ബാഗ് സമ്മാനം. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള വിലകളിൽ ട്രെൻഡിംഗ് ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ അറ്റ്ലസിൽ നിന്നും ഇപ്പോൾ ലാഭത്തിൽ സ്വന്തമാക്കാം. ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവ പടി, നിലമ്പൂർ.